ഒരു കാലിത്തൊഴുത്ത് പോലെ അപ്രോച്ച് ചെയ്തിരുന്നു. കുറെ പേരെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ വേറൊരു കാര്യം, രണ്ട് പെൺകുട്ടികളെ നമ്മൾ കുറെ പേരെ എന്റെ പൈസ എടുത്തിട്ട് ഹെട്ടിന്റെ പടി കിട്ടി വെച്ചില്ല. കുറെ ആട്ടും തുപ്പും പറഞ്ഞ് അവര് ഇറങ്ങിപ്പോയി. അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തി. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാർട്ട് ടൈംസിനെ കുറിച്ചിട്ട് പറയാനാണ്. എങ്ങനെയാണ് പാർട്ട് ടൈം കണ്ടുപിടിക്കുക, അതുപോലെ ഞങ്ങൾ ഇതൊക്കെ പാർട്ട് ടൈമിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ സനിയ വന്ന് അറൌണ്ട് 10 months ആയി അല്ലേ? ഈ ഫെബ്രുവരിക്ക് 1 year ആവുന്നു. 11 months ആയി. ഞാൻ വന്ന് 1 year plus 4 months ആയിക്കൊണ്ടിരിക്കുന്നു. സോ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളിവിടെ വന്ന് എങ്ങനെയാണ് പാർട്ട് ടൈം കണ്ടെത്തി, അക്കോമഡേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്ത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സനിയുടെ നിന്ന് തുടങ്ങാം നമുക്ക്. സനിയ ഏതൊക്കെ പാർട്ട് ടൈംസ് ആണ് ചെയ്തിരിക്കുന്നത്? ആദ്യം ഞാൻ അക്കോമഡേഷനെ കുറിച്ചിട്ട് പറയാം. ആദ്യം എങ്ങനെ വന്നതെന്ന് പറയണല്ലോ. അപ്പോൾ ആദ്യം അക്കോമഡേഷനെ കുറിച്ചിട്ട് പറയാം, നമ്മളെങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ സനിയ പറഞ്ഞു എങ്ങനെയാണ് അക്കോമഡേഷൻ കണ്ടുപിടിച്ചത്? ആദ്യം ചെല്ലോ കുറച്ചു നേരമായി തുടങ്ങിയിട്ട് പ്ലിങ് അടിപ്പിക്കുന്നു നല്ലത്. ഓക്കെ, ഞാൻ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ത്രൂ ഞങ്ങളിങ്ങനെ LGMU ഗ്രൂപ്പ്, ലിവർപൂൾ ജോൺ മോസിൻ്റെ ഗ്രൂപ്പിൽ, മല്ലു ഗ്രൂപ്പിൽ അക്കോമഡേഷൻ ചോദിച്ച് അങ്ങനെ ഓരോരുത്തരെ കണക്ട് ചെയ്ത് ഞങ്ങളൊരു ചേച്ചിയും ഞാനും കൂടെ ഒരു റൂം ഷെയർ ചെയ്യായിരുന്നു. ആക്ച്വലി എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ആരായിരുന്നു അതിന്റെ എന്താ ഓണർ? ഏജന്റ്. അതെ, പുള്ളിക്കാരൻ ഒരു ഫിലിപ്പൈൻ ആളായിരുന്നു. അവരാണ് ആ ത്രൂ പെട്ടെന്ന് തന്നെ എനിക്കെല്ലാം ശരിയായി. അന്ന് സത്യം പറഞ്ഞാൽ മലയാളീസ് വളരെ കുറവായിരുന്നു ഞാൻ വരുന്ന ടൈമിൽ ലിവർപൂളില്. അപ്പോൾ എനിക്ക് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. പെട്ടെന്ന് തന്നെ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കിട്ടി. നമുക്ക് എങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ വന്നപ്പോ ആദ്യം കുറെ കോണ്ടാക്ട്സ് ഉണ്ടാക്കി. അതായത് നമ്മള് ഉറപ്പായി ഇങ്ങോട്ട് വരുന്നുള്ള സമയത്ത് കുറെ ഗ്രൂപ്പുകളില് ആദ്യമായിട്ട് ഇതേപോലത്തെ യൂട്യൂബ് ചാനലാണ് ഫസ്റ്റ് തുടങ്ങിയത്. അങ്ങനെ അതിന്റെ അടിയിൽ അങ്ങനെ ഓരോ യൂട്യൂബർമാരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ സ്റ്റുഡൻറ് സപ്പോർട്ടിങ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്ന ആൾക്കാരെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പുകളിൽ ഞാൻ ആഡായി. അവിടുന്ന് ഇങ്ങനെ അക്കോമഡേഷൻ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞു പല സ്ഥലത്തുള്ളത് നമുക്ക് കാണാം. പക്ഷെ ഞാൻ നോർത്താംപ്ടൺ യൂണിവേഴ്സിറ്റി ആയ കാരണം നോർത്താംപ്ടൺ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നോക്കിയിരുന്നത്. മെയിനായിട്ട് യൂണിയുടെ അടുത്ത് തന്നെ വേണം. അങ്ങനെ 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 കുറെ നിർബന്ധങ്ങളായിരുന്നു എനിക്ക്. ഇവിടെ വന്നപ്പോൾ എവിടെങ്കിലും കിടക്കാൻ സ്ഥലം മതി എന്നുള്ള ലെവലായി. പക്ഷെ എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് റെഡിയായി, ഫോട്ടോ ഒക്കെ കണ്ട് ഓക്കെ ആയി. അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അതായത് ഒരു മലയാളി ഒരു ഇക്ക ഉണ്ട്, ആ ഇക്ക ത്രൂ ആണ് ഞങ്ങൾക്ക് റൂമായത്. പക്ഷെ എൻ്റെ റൂംമേറ്റ്, ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമാണ് എടുത്തത്. പക്ഷെ അവളിപ്പോ ഇന്നും പോയാൽ അത് പറയുക കഥ. എന്താ പറയാ, എന്താ ഫോട്ടോത്തിലും കണ്ടപ്പോ അടിപൊളിയായിരുന്നു. പക്ഷെ നേരിട്ട് അവളാണ് ഫസ്റ്റ് വന്നത്. അപ്പൊ അവള് വന്നപ്പോ എന്താ പറയാ, ഒരു കാലിത്തൊഴുത്ത് പോലെ ആകെ കച്ചറാക്കിയിട്ടുള്ള ഒരു മാരി റൂമായിരുന്നു. എന്നിട്ട് അവൾ അന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി. കുറെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പിൽ ഞങ്ങൾക്ക് ഒരു പാകിസ്ഥാനി ഒരു ബയ്യുണ്ട്. ആ ബയ്യൊക്കെ കുറെ വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള റൂം കിട്ടി. 300 ഞാനും 300 അവളും അങ്ങനെ ഷെയർ ഇട്ടിട്ടാണ് ഞങ്ങള് റെന്റ് കൊടുത്തത്. അടിപൊളി. അവിടെ നല്ല റേറ്റ് കൂടുതലാണ് ഈ ലിവർപൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ ലാസ്റ്റ് നമ്മൾ വ്ളോഗ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേ റിക്വസ്റ്റ് വന്നിരുന്നല്ലേ, ലൈക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ഒരുപാട് പേര് വീട് അന്വേഷിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്തിരുന്നു. കുറെ പേരെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറി അവരൊക്കെ. പിന്നെ വേറൊരു കാര്യം,
കഴിക്കാൻ അത് പറയാതിരിക്കാൻ പറ്റൂല. അത് കിട്ടിയത് ഇല്ല, എനിക്ക് പേടിയാ, അത് കേട്ടതിന് ശേഷം എനിക്ക് പേടിയാ. അതായത് നമ്മളിതുപോലെ രണ്ട് പെൺകുട്ടികളെ നമ്മൾ കുറെ പേരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, നമ്പർ കൊടുത്തിട്ടും പിന്നെ നമ്മളെ ഞാനിപ്പോ നിക്കണ ഈ റൂമിന്റെ ഓണറെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അങ്ങനെ 2 പെൺകുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷെ ഹെട്ടിന്റെ പണി കിട്ടി. ഹെട്ടിന്റെ പണി പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു കാര്യം ഉണ്ടായിട്ടല്ല, അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല. നമുക്ക് ഡെയിലി ഷിഫ്റ്റ്, ജോബ്, പഠിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. പക്ഷെ നമ്മൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടി പോയി പണി ഞാൻ എന്താ പറയാ, ആ പെൺകുട്ടികൾ അയ്യോ സാനിയ എന്തെങ്കിലും ചെയ്തു തരണേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തപ്പോൾ ഓക്കെ ഒരു റൂം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു റൂമുണ്ട്, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളടുത്ത് പൗണ്ട് മാറ്റാൻ പറ്റുന്നില്ല അഡ്വാൻസ് കൊടുക്കേണ്ട സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പെൺകുട്ടികളല്ലേ, ഒന്നും അറിയില്ല, അവരെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് തോന്നി പാവാണ്, നമ്മളെ പോലെ തന്നെ ഒരു കാര്യം അറിയാതെ വരുന്നവരാണെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പൈസ എടുത്തിട്ട് ഞാൻ പണ്ടത്തരാണ് ശരിക്കും അറിയാം, പക്ഷെ നമ്മൾ അത്രയും വിശ്വസിച്ചു പോയി. എന്താ പറയാ, നമ്മളെ പോലത്തെ പെൺകുട്ടികളല്ലേ എന്ന് കരുതിപ്പോയി. 2 പെൺകുട്ടികളാ, കൊല്ലംകാരാണ്, കൊല്ലംകാരാ. സോ അങ്ങനെ ഞാൻ എൻ്റെ കുറെ ലോങ്ങായി പോയില്ലേ പറഞ്ഞിട്ട്. പക്ഷെ പർട്ടിക്കുലർ പ്ലേസ് ആൾക്കാരെ പറയുന്നല്ല, ബട്ട് നമുക്ക് പേടിയായിപ്പോ. പേടി അല്ലാത്തൊരു മതിപ്പ് തോന്നിപ്പോയി, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്താ പറയാ, ഞാൻ അങ്ങനെ ഫൈൻഡ് ചെയ്ത് കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ഒക്കെ ഇട്ട് ഞാൻ അവര് വരുന്നതും കാത്തിരുന്നു. നമ്മളിപ്പോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് എന്താ ഇവിടെ മണിക്കൂറിനാണ് ക്യാഷ് പേ. ഒരാൾക്ക് നമ്മൾ ചുമ്മാ ഒരു സഹായം ചെയ്ത് കൊടുക്കും, അത് ഇത്ര പോലെ ഞാൻ പോയിട്ട് വ്യൂ ചെയ്ത് അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് ഈ ഓണറുമായി നമ്മൾ സംസാരിക്കണ്. ഒരു ഏജന്റ് ത്രൂ ആണ്, അങ്ങനെയല്ല, കാരണം എൻ്റെ ഓണർ തന്നെയാണ്, ഏജന്റ് അല്ല. ഞാൻ എൻ്റെ ഓണറൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളൂ. അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കണത്. അപ്പോൾ എന്താ പറയാ, അങ്ങനെ അവര് വന്ന് അവര് ഞാൻ 10 മണി വരെ കാത്തു നിന്ന്. ഞാൻ എൻ്റെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് അവരെയും കാത്തു നിൽക്കുമായിരുന്നു, വേറെ വീട്ടിൽ, എൻ്റെ വീട്ടിലല്ല. അങ്ങനെ 10 മണിയായിട്ടും അവര് വന്നില്ല. പിന്നെ ഒരു 10, 11, 12 മണിയായിട്ട് വിളിക്കണ്, എവിടെ വീട്, നീ പറഞ്ഞ വീട് എവിടെ, വേറൊരു അവരെ ആൻറ്റിയോ ആരോന്ന് പറഞ്ഞ്. അവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് അഡ്വാൻസ് കൊടുപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലേ കുട്ടികൾക്ക്. നമ്മളും അവരെ പോലെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസാ. ആ അമ്മച്ചി എന്തെല്ലോമൊക്കെയാ പറഞ്ഞ്, നീ അങ്ങനത്തോളാ എന്താ നിന്റെ യൂട്യൂബില്ലേ കാണിച്ചു തരാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ്. നമ്മള് ഒരാള് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത് എന്താ പറയണിച്ചാല്, ഞാൻ അവിടെ ചെല്ലാതെ അവര് ആ പെട്ടിയും ഇതൊന്നും എടുക്കാതെ ആ വീടിന്റെ അകത്ത് കയറൂലാന്ന്. അവിടുത്തെ ആ വീട്ടിലത്തെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 15 മിനിറ്റ് വാക്കിംഗ് ഉള്ളൂ. പക്ഷെ നേരെ 12 മണിയാ. ആൻഫീൽഡ് അങ്ങനെ സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല. അപ്പൊ പേടിയുണ്ട്, ഞാൻ പെൺകുട്ടിയല്ലേ, ഇത്ര സമയത്ത് ഒറ്റക്ക് ഇറങ്ങി പോയിട്ട് അവരെ ആനയിക്കാൻ മാത്രമേ നമ്മളെന്താ നമ്മള് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നു. അവരെ ഇപ്പൊ ഇങ്ങനെ ദീപം പറഞ്ഞു കുറെ കേറ്റാനത് നമ്മള് ഏറ്റിട്ടൊന്നുമില്ല. അവിടെ പോയി നിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഡിമാൻഡ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള ആരും അല്ല. അത്ര ക്ലോസ് ആയിട്ടും നമ്മളും ഇങ്ങോട്ട് വരുമ്പോ ആരും നമ്മളെ താലെടുത്ത് സ്വീകരിച്ചിട്ടല്ലല്ലോ വന്നത്. അങ്ങനെ എന്താ പറയാ, ആ അമ്മച്ചി എന്നെ കൊറേ ചീത്ത വിളിച്ചു, നീ ഇവിടെ വരാതെ ഈ പിള്ളേര് ഇവിടുന്ന് ഇറങ്ങൂല, അങ്ങനെ അങ്ങാക്കും ഇങ്ങനെ ആക്കും, നീ സ്റ്റുഡൻറ് വിസയിലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. കുട്ടികൾ ഇഷ്ടം പോലെ. പക്ഷെ എന്നെ 1 മാസം അവര് വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ എൻ്റെ സേവിങ്സ് ഇട്ടിട്ടാണ് എന്താ പറയാ അഡ്വാൻസ് ഒക്കെ കൊടുത്തത്. ആ ഒരു നന്ദിയും കൂടെ കാണിച്ചില്ല. കുറേ ആട്ടും തുപ്പും പറഞ്ഞ് അവര് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഞാന് അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യൂല, വേണ്ടവരും അത് എന്താ പറയാ ഓരോ കഷ്ടപ്പാടില് കണ്ടുപിടിച്ചോട്ടെ. അതന്നെ.